വെൽക്കം ടു ഫുട്ബോൾ ആൽക്കിമിസ്റ്റ്. ഡിസ്കസ് ചെയ്യാനുള്ളത് ഫ്രാങ്കോ മസ്റ്റിൻറ്റോനോ എന്ന് പറയുന്ന പ്ലെയറെ കുറിച്ചാണ്. ഈ ഒരു 17 വയസ്സുള്ള റിവർ പ്ലേറ്റിൻ്റെ അക്കാഡമിയിൽ നിന്ന് വന്ന അർജന്റീൻ താരത്തെ നിലവിൽ റയൽ മാഡ്രിഡ് സൈൻ ചെയ്യാൻ വേണ്ടി ഒരുങ്ങിക്കഴിഞ്ഞു. ഈ ഒരു പ്ലെയർക്ക് വേണ്ട ഡീലിൽ ഓൾറെഡി ഒരുപാട് PSG അഡ്വാൻസ് ചെയ്തായിരുന്നു. ഫൈനലി നമ്മുടെ ലൂയിസ് എൻറിക്കെ നേരിട്ട് പ്ലെയറെ പേഴ്സണലി ഫോൺ ചെയ്യുന്നു. എന്നിട്ട് ഡീലിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ആക്സിലറേറ്റ് ചെയ്യുന്നു. PSG മാനേജ്മെൻറ്റ് ആ റിലീസ് ക്ലോസ് 48 മില്യൺ പൗണ്ട്സിൻ്റെ റിലീസ് ക്ലോസ് ആക്ടിവേറ്റ് ചെയ്യാനും തയ്യാറായിരുന്നു. അങ്ങനെ നിൽക്കുന്ന സിറ്റുവേഷനിലാണ് യുനി ഖലാഫത്ത് ഇതൊക്കെ അറിഞ്ഞുകൊണ്ട് നേരെ അർജൻറ്റീനയിലേക്ക് വണ്ടി കയറിയിട്ട് ആ ഒരു ഡീൽ അങ്ങോട്ട് തിരിക്കുന്നത്. ഫൈനലി PSG കയ്യിൽ നിന്ന് ഓൾമോസ്റ്റ് ആ ഡീൽ ഹൈജാക്ക് ചെയ്തിട്ട് ആള് റയൽ ജോയിൻ ചെയ്യാൻ വേണ്ടി റെഡി ആയി കഴിഞ്ഞു. പേഴ്സണൽ ടേംസ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി നിലവിൽ എഗ്രി ആയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഹിയർ വി ഗോ സൂൺ, അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ എന്താ പറയുക, ആ ഒരു പ്ലെയറിൻ്റെ ഡ്രീമായിരുന്നു റയലിന് വേണ്ടി കളിക്കുക എന്നുള്ളത്. ആ ഒരു സ്വപ്നം കൂടിയാണ് പൂവണിയാൻ വേണ്ടി പോകുന്നത്. സോ എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പം PSG അങ്ങോട്ട് ചാടിക്കയറി വന്നിട്ട് ഡീൽ ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നു. പ്ലെയർ ടു റയൽ അത് ഓൾമോസ്റ്റ് കൺഫേം ആയിട്ടുള്ള ഒരു കാര്യമാണ്. എങ്ങനത്തെ പ്ലെയറാണെന്നൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആള് ഒരു ലെഫ്റ്റ് ഫൂട്ടഡ് പ്ലെയറാണ്. ആൾ ഫ്രീ കിക്ക് അടിക്കും, ആൾ സെറ്റ് പീസ് കാര്യങ്ങളൊക്കെ എടുക്കും. നല്ല പാസറാണ്, നല്ല വിഷനുള്ള പ്ലെയറാണ്, ഭയങ്കര മെച്യൂരിറ്റിയാണ് ഗ്രൗണ്ടിൽ. ഇപ്പോൾ ആൾ 15-ാം വയസ്സിൽ ഡെബ്യൂ ചെയ്ത് 16-17 വയസ്സായി. ഇപ്പം ത്രൂ ഔട്ട് ദ സീസൺ കളിച്ച സമയത്തൊക്കെ നല്ല മെച്യൂരിറ്റിയാണ്. അതായത് ഒരു 17 വയസ്സുകാരൻ മിഡ്ഫീൽഡർ കളിക്കുമ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കുറവോ അതൊന്നും നമുക്കങ്ങനെ ഗ്രൗണ്ടിൽ വിസിബിൾ ആവില്ല എന്നുള്ളതാണ്. അത്യാവശ്യം നല്ല മെച്യൂർഡായിട്ട് ഫുട്ബോൾ കളിക്കുന്ന ഒരു പ്ലെയറാണ് ഫ്രാങ്കോ മസ്റ്റിൻറ്റോനോ. പിന്നെ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആള് റൈറ്റ് സൈഡ് ഓറിയൻറ്റഡ് ആയിട്ട് കളിക്കുന്ന പ്ലെയറാണ്. എന്നാൽ റൈറ്റ് വിങ്ങർ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ റൈറ്റ് വിങ്ങർ ആയിട്ട് കളിപ്പിക്കാം. പക്ഷേ ആളുടെ ഒരു പ്ലേയിങ് സ്റ്റൈൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റൈറ്റ് സൈഡിൽ നിന്ന് എന്താ പറയുക ഡ്രിഫ്റ്റ് ചെയ്ത് ഉള്ളിലോട്ട് പോവുക, ആ ഒരു നമ്പർ 10 റോളിലേക്ക് പോവുക, അവിടെ നിന്ന് കളി കൺട്രോൾ ചെയ്യുക. അങ്ങനത്തെ ഒരു സ്വഭാവമുള്ള പ്ലെയറാണ് ശരിക്കും പറഞ്ഞാൽ ഫ്രാങ്കോ മസ്റ്റിൻറ്റോനോ എന്ന് പറയുന്നത്. ആൾ ആ ഒരു ഹാഫ് സ്പേസിലേക്കൊക്കെ വരിക, ഹാഫ് സ്പേസിൽ നിന്നൊക്കെ ക്രോസ് ബോക്സിലേക്ക് കൊടുക്കുക, അങ്ങനെ ഉള്ള ഒരു പ്ലെയറാണ്. നല്ല ക്രിയേറ്റിവിറ്റിയാണ്. സോ റയലിന് എന്താ പറയുക അത്യാവശ്യം ക്രിയേറ്റിവിറ്റി മിഡ്ഫീൽഡിൽ ഇഞ്ചക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഈ ഒരു പ്ലെയർ വരുമ്പോഴുള്ള ഏറ്റവും വലിയ ഒരു മെച്ചെന്ന് പറയുന്നത്. ഓൾറെഡി അവിടെ അർദ്ധനെ പോലത്തെ പ്ലെയർ ഉണ്ട്, അങ്ങോട്ടാണ് വരുന്നത്. അത് നമ്മൾ മനസ്സിലാക്കണം. എത്രത്തോളം ചാൻസ് കിട്ടും, ലോണിൽ പോവോ, ഇതൊന്നും നമുക്കറിയില്ല. പക്ഷേ നമ്മൾ സംസാരിക്കുകയാണ് പ്ലെയറിൻ്റെ ക്വാളിറ്റി എന്തൊക്കെയാണെന്ന്. ആൾ അത്യാവശ്യം നല്ല ക്രിയേറ്റീവാണ്, നല്ല വിഷനുള്ള പ്ലെയറാണ്. പിന്നെ എന്താ പറയുക നല്ല ഡ്രിബ്ലറാണ്. ഇപ്പോൾ ട്രാൻസിഷനിലേക്കൊക്കെ വരുന്ന സമയത്ത് തന്നെ മാർക്ക് ചെയ്ത ആളൊക്കെ എന്താ പറയുക പുഷ്പം പോലെ ടേൺ ചെയ്ത് വെട്ടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന തരത്തിലുള്ള പ്ലെയറാണ്. ആൾക്ക് പേസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡീസൻറ്റ് പേസ് ഉണ്ട്. പിന്നെ ആൾ നമ്പർ 10 കളിക്കുന്ന തരത്തിലുള്ള പ്ലെയറാണ്. സോ അത്ര പേസ് വേണമെന്നൊന്നും നമുക്ക് പറയാനും വേണ്ടി പറ്റില്ല. ഇനിവ ഡീസൻറ്റ് പേസ് ആൾക്കുണ്ട്. ട്രാൻസിഷനിലേക്ക് വരുമ്പോഴും ആൾ അത്യാവശ്യം അടിപൊളിയാണ്. സോ അങ്ങനെ എല്ലാം കൊണ്ടും ഒരു നല്ല ടാലൻ്റാണ് മൂപ്പര്. പിന്നെ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ടു മച്ച് ലെഫ്റ്റ് ഫുട്ടഡ് ആണ്. റൈറ്റ് ഫുട്ടൊന്നും ആളങ്ങനെ യൂസ് ചെയ്യൂല. അത് വേണമെങ്കിൽ നമുക്കൊരു പ്രശ്നമായിട്ട് പറയാം. പിന്നെ എന്താ പറയുക ഫിസിക്കലി ഇനിയും കുറെ കൂടെ സെറ്റ് ആവാനുണ്ട്. ഫിസിക്കലി അത്യാവശ്യം ഓക്കെയാണ്, പക്ഷെ ആളിങ്ങനെ ഫിസിക്കലി കമ്മിറ്റ് ചെയ്ത് കളിക്കുന്ന തരത്തിലുള്ള ഒരു പ്ലെയർ അല്ല. അപ്പോൾ ആൾക്കൊരു നമ്പർ 10 പണിയെടുക്കാൻ അല്ലെങ്കിൽ ഒരു റൈറ്റ് മിഡ്ഫീൽഡറെ പണിയെടുക്കാൻ വേണ്ട ഫിസിക്കാലിറ്റിക്ക് ആൾ യൂസ് ചെയ്യും. അല്ലാതെ ആൾ ഫിസിക്കൽ ബാറ്റിൽസ്, ഏരിയൽ ബാറ്റിൽസ് അങ്ങനെ ഒന്നും അങ്ങനെ ഇൻവോൾവ് ആവുന്ന പ്ലെയർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ ചില മാച്ചസ് ഒക്കെ ലൈവ് കണ്ടിട്ടുണ്ടായിരുന്നു. സോ അതാണ് പ്ലെയറെ കുറിച്ച് പറയാനുള്ളത്. എന്തായാലും ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള പ്ലെയറാണ്. ഇപ്പം ഇന്ന് ആള് അർജന്റീൻ നാഷണൽ ടീമിന് വേണ്ടിയിട്ട് ഡെബ്യൂ ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക ഈ ഒരു നാഷണൽ ടീമിന് വേണ്ടി ഡെബ്യൂ ചെയ്തിട്ട് ഇപ്പോൾ ആൾ വലിയ കളിയൊന്നും കളിച്ചിട്ടില്ല. കാരണം 17 വയസ്സേ ഉള്ളൂ. നമ്മളെല്ലാത്തിനും ടൈം കൊടുക്കണം. ഇപ്പോൾ റയലിലാണെങ്കിൽ തന്നെ അടുത്ത വർഷം മുതൽ സ്റ്റാർട്ടർ ആവാൻ പോകുന്ന ഒരു പ്ലെയർ ഒന്നുമല്ല. അവിടെ ഓൾറെഡി ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ട്. സോ അവരോടൊക്കെ കോമ്പറ്റ് ചെയ്ത് വേണം ആൾക്ക് ടീമിൽ ഒരു സ്പേസ് കണ്ടെത്താൻ വേണ്ടിയിട്ട്. അത് കണ്ടെത്താൻ പറ്റുമോ ഇല്ല എന്നുള്ളതൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്ത് കാണണം. എനിവേ ഭയങ്കര പ്രോമിസിങ് ആയിട്ടുള്ള ടാലൻ്റാണ്. 17-ാം വയസ്സിൽ ആ ഒരു നമ്പർ 10 റോള് ഇത്ര മെച്യൂർഡായിട്ട് ഹാൻഡിൽ ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസാര കാര്യമില്ല. ഡ്രിബ്ലറാണ്, പാസറാണ്, നല്ല വിഷൻ ഉണ്ട്, ക്രിയേറ്റിവിറ്റി ഉണ്ട്. ട്രാൻസിഷനിലേക്ക് വരുന്ന സമയത്തും ആൾ നന്നായിട്ട് കളിക്കും. സോ ഒരു പാക്കേജാണ് ആളെങ്ങനെ നോക്കിക്കഴിഞ്ഞാലും. 17 വയസ്സുകാരൻ, 48 മില്യണൊക്കെയാണ് പറയുന്നത്. എനിവേ റയൽ ആ ഡീലാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 48 കുറച്ചിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അല്ലെങ്കിൽ ഡീലിൻ്റെ സ്ട്രക്ചർ മാറ്റിയിട്ട് കുറച്ച് ആഡ് ഓൺസ് ഒക്കെ ആഡ് ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് റയൽ നിലവിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കിയെല്ലാം തീരുമാനമായിട്ടുണ്ട്. സോ റയലിനെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഡീലാണ്. ഈ ഒരു ട്രാൻസ്ഫർ വിൻഡോയിൽ അവർ ഭയങ്കരമായിട്ട് കുക്കിംഗ് ആണ്, ഭീകര കുക്കിംഗ് ആണ്. വേറെ ഒരു ടീമിനെ പോലല്ല, റയൽ ഭീകര കുക്കിംഗ് ആണ്.
സോ ലെറ്റ് സി പ്ലെയർ എപ്പോൾ വരും, വന്നിട്ട് എന്ത് ചെയ്യും, ലോണിൽ പോവോ, ചാൻസ് കിട്ടുമോ, എന്തായാലും ക്ലബ് വേൾഡ് കപ്പിന് ആളുണ്ടാവും എന്നാണ് പറയുന്നത്. ലെറ്റ് സി. ഓക്കെ, അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് പറയാനുള്ളത്. റയൽ ഫാൻസ് ഒപ്പീനിയൻസ് കാര്യങ്ങളൊക്കെ എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. പിന്നെ എന്താ പറയുക, സ്റ്റാറ്റിസ്റ്റിക്സ് വൈസ് നോക്കുന്ന സമയത്ത് എല്ലാം ഇങ്ങനെ പച്ച കത്തി നിൽക്കുകയാണ്. പാസിൻ്റെ സ്റ്റാറ്റ്സ് ആണെങ്കിലും ഇപ്പോൾ ഷോട്ട് എടുക്കുന്നതിൻ്റെ സ്റ്റാറ്റ് ആണെങ്കിലും ആളെല്ലാ മാച്ചിലും എന്താ പറയുക 3.86 ഷോട്ട് പെർ 90 ഒക്കെ ഉണ്ട്. സോ അതൊക്കെ നല്ല സ്റ്റാറ്റാണ്. പാസിങ്ങിലേക്ക് വരുന്ന സമയത്താണെങ്കിലും ഷോട്ടിങ്ങിലേക്ക് വരുന്ന സമയത്താണെങ്കിലും ഡ്രിബ്ലിങ്ങിലേക്ക് വരുന്ന സമയത്താണെങ്കിലും സ്റ്റാറ്റിസ്റ്റിക്കലി പെർഫെക്റ്റ് ആണ്. ഇനി ഇതൊക്കെ നേരെ ലാലിഗയിലേക്ക് വരുന്ന സമയത്ത് എങ്ങനെ വർക്കൗട്ട് ആവും എന്നുള്ളതാണ് നമ്മൾ കണ്ടറിയേണ്ടത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തായാലും കമൻറ്റ് സെക്ഷനിൽ പറയാം. മറ്റൊരു വീഡിയോ കാണാം. താങ്ക് യു.